നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആര്, കോൺഗ്രസിന്റെ പട്ടികയിൽ ആര് എന്നുള്ളതാണ്. ഞാൻ ശ്രീ കൃഷ്ണദാസിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീമതി ദീപ്തി, ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ഒക്കെ കേരളത്തിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കുകയാണ്. ശരിയാണ്, കോൺഗ്രസ് നമ്പറിന്റെ കാര്യത്തിൽ ഡെസ്പറേറ്റ് ആണ്. സ്വാഭാവികമായും ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ സംഘടന ചലിക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണല്ലോ. ഇപ്പോൾ ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ KC ഒരു മസ്റ്റാണോ? അല്ല, ഞാൻ KC വേണുഗോപാലിൻ്റെ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ വടകര പറ്റിയായിരുന്നു ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു അത്തരത്തിലൊരു കേസില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് പറയുകയാണ്, എല്ലാ മാധ്യമങ്ങളിലൂടെയൊക്കെ വെളിയിൽ വന്നതാണ്. PP കിറ്റ് അഴിമതി എന്ന് പറയുന്നത്, 500 കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത്തരത്തിൽ ഒരു കേസ് ലോകായുക്തയുടെ മുൻപാകെ ഉണ്ടായിരുന്നു. ആ കേസും മുമ്പോട്ട് പോകുന്നു. അതിന് മറുപടിയായി ശൈലജ ടീച്ചർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഞാനിതൊക്കെ ചെയ്തത് എന്നാണ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. അതുകൂടാതെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്നത് സിദ്ധാർത്ഥ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം കൊലപാതക രാഷ്ട്രീയം, SFIയുടെ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം, ക്രൂരമായ രീതിയിലുള്ള ഇടിമുറികൾ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. കാര്യം ഷാഫിയെ പോലെ KSUയിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ പോകുന്നത് വടകരയിലാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി ആലപ്പുഴയെ സംബന്ധിച്ച് ശ്രീ KC വേണുഗോപാൽ രാജ്യസഭാ അംഗമായി പോയെങ്കിൽ കൂടി എല്ലാ മാസങ്ങളിലും കൃത്യമായി അവിടെ വരികയും അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവിടെ ഈ പറയുന്ന പോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, അവിടുത്തെ അവരുടെ പഠനകാര്യങ്ങൾ, കുട്ടികളുടെ പഠനകാര്യങ്ങൾ ഉൾപ്പെടെ അങ്ങനെ നിരവധി കാര്യങ്ങൾ, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണോ ഒരു മണ്ഡലത്തെ നോക്കേണ്ടത് അതുപോലെ കൃത്യമായി നേഴ്സ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുതുതായിട്ട് ഇനി അവിടെ തുടങ്ങാനോ പുതുതായി എന്തെങ്കിലും തുടരാനോ ഒന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ ധാരാളമാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുള്ളത് BJPയുടെ ഒരു ടാർഗറ്റാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ BJPയിൽ ഏറ്റവും നന്നായിട്ട് വോട്ട് പിടിക്കാൻ കഴിവുള്ള നേതാവാണ്. അത് അവർ തെളിയിച്ചിട്ടുണ്ട് മുമ്പ് പാലക്കാട് ആറ്റിങ്ങലിലും ഒക്കെ മത്സരിക്കുമ്പോൾ. KCയെ തോൽപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ടാർഗറ്റാണോ? അഭിലാഷ്, അത് KCയെ എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളത്, രാഷ്ട്രീയപരമായിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണല്ലോ. അതിനാണല്ലോ ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുകയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുക, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്താണെങ്കിലും ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുന്ന സമയത്താണെങ്കിലും ഇവിടെ നോക്കിക്കാണാനുള്ളത്, കേരളത്തിൽ നിന്നാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് സീറ്റുകൾ ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം. കേരളത്തിലാണ് ഈ രണ്ട് ആളുകളും തമ്മിൽ പരസ്പരം LDF ആണെങ്കിലും UDF ആണെങ്കിലും വേറിട്ട് നിന്നുകൊണ്ട് മത്സരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമുള്ളത്. പക്ഷെ അവിടെയും ചില അന്തർധാരകൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ UDFനെ സംബന്ധിച്ച് നിലവിലുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചെങ്കിലും. ഈ തവണ കോൺഗ്രസ്സുകാർക്ക് പോലും അങ്ങനെ ഒരു പ്രതീക്ഷയില്ലല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ്സുകാർക്ക് പോലുമില്ല. അവർ എന്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്ത് നറേറ്റീവ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ സർക്കാർ വരും, BJPക്ക് ഒരു ബദലുണ്ടാവും എന്നുള്ളതിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം പറയാൻ പോകുന്നത്, കോൺഗ്രസ്സുകാർ ജയിച്ചാൽ അവർ BJP പോകും എന്നുള്ളതായിരിക്കുമോ? അല്ല, അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് അഭിലാഷ് വ്യക്തമായും രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സാണ്. എന്താണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ന്യൂനപക്ഷവും മുസ്ലിം ന്യൂനപക്ഷവും ഒപ്പം ഹൈന്ദവ ഭൂരിപക്ഷവും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനായിട്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം ഒഴിച്ച് അവർക്ക് കൊടുത്തു. എന്താണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളോട് അവർ കാണിച്ച സമീപനം? എന്താണ്? അതാണ് ചർച്ച. അതിനാണ് വോട്ട് വരുന്നത്. നെഗറ്റീവ് വോട്ടും പോസിറ്റീവ് വോട്ടും കാണണമല്ലോ. അവിടെയാണ് ഇപ്പോൾ വരുന്ന ഈ പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീമതി ദീപ്തി പറഞ്ഞില്ലേ ശൈലജ ടീച്ചറുടെ കാര്യം. എനിക്ക് മാഡം ഒരു അഭ്യർത്ഥന നിങ്ങളോട് ഉള്ളത് എന്താണെന്നറിയാമോ? അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ അഴിമതി ആരോപണമെന്ന് പറയണം. പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല. KK ശൈലജ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ശ്രമിച്ചത് താങ്കളുടെ ചർച്ചയിൽ. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അങ്ങനെയില്ല. പിന്നെ ഈ ലോകായുക്തയിലുണ്ട്,
കേസുള്ളതുകൊണ്ട് അത് അഴിമതി ആരോപണമാണ്, എസ്റ്റാബ്ലിഷ് അഴിമതിയല്ല. അതിനെ അങ്ങനെ രണ്ടായിട്ട് പറയണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ അഭിലാഷ ചോദിച്ച മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും ഹൈന്ദവ ഭൂരിപക്ഷത്തിനും രാജ്യവ്യാപകമായി നിരവധി ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഈ ഇഷ്യൂസിലുള്ള എന്ത് നിലപാടാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ പവർ ഹൗസായി കരുതുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണി പിടിക്കും എന്ന് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസമുണ്ട്. അതിൽ കോൺഗ്രസിന് എത്ര, ഇടതുപക്ഷത്തിന് എത്ര എന്നുള്ള കാര്യം എന്തായാലും നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ അറിയാൻ കഴിയുകയുള്ളൂ. BJP കേരളത്തിൽ എന്തായാലും കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ 58 സീറ്റുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ അറിയാം. 6 സംസ്ഥാനങ്ങളിലെ 58 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കും. കേരളത്തിൽ ഈ 58-ൽ 16 എണ്ണം കേരളത്തിലെ സീറ്റുകളാണ്. കേരളത്തിലെ 16 സീറ്റുകളിലും തീരുമാനമായിട്ടുണ്ട്. രാജ്യവ്യാപകമായി 58 സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കുമെന്ന പട്ടിക കോൺഗ്രസ് അല്പസമയത്തിനകം പുറത്തുവിടും. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സവിശേഷത സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും, പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ തൃശ്ശൂരിൽ K മുരളീധരൻ. ഇതാണ് ഇന്നലെ VD സതീശൻ പറഞ്ഞ സർപ്രൈസ്. ഇതിന് ഈ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള മാറ്റത്തിന് മുരളി സമ്മതം മൂളിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വടകരയിൽ മത്സരിച്ച് കൊള്ളാമെന്ന് പാലക്കാട് MLA ഷാഫി പറമ്പിലും നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. കൺഫ്യൂഷൻ എല്ലാം തീർന്നു. കോൺഗ്രസിന്റെ കേരളത്തിലെ 16 സ്ഥാനാർത്ഥികളും ആയിട്ടുണ്ട്. ഇനി അന്തിമ പ്രഖ്യാപനം മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വൈകുന്നേരം നടക്കും.